ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും ജെയ്ക്കയും ഫോണിൽ സംസാരിക്കുകയാണ്. അർച്ചന പറയുന്നുണ്ട്, ആദ്യം മധുബാല ഫോൺ എടുത്തപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഇന്നങ്ങനെ അർച്ചന പറയുകയാണ്. അപ്പോഴേക്കും ജെയ്ക്കയുടെ അടുത്തേക്ക് സുമിത്ര ടീച്ചർ വരുന്നുണ്ട്. ജെയ്ക്കയപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മ അവിടെ അടുത്തുണ്ട്, അമ്മ കാര്യങ്ങളെല്ലാം പറയുമെന്ന് പറഞ്ഞ് ഫോണ് ടീച്ചർക്ക് കൊടുത്ത് ജെയ്ക്ക അവിടെ നിന്നും പോവുകയാണ്. അർച്ചന എന്നിട്ട് ടീച്ചറോട് ചോദിക്കുന്നുണ്ട്, ടീച്ചർ എന്തോ വിശേഷമുണ്ടെന്ന് പറഞ്ഞു, ഇതാണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, നല്ല വിശേഷമാണ്. മധുബാലയുടെ അച്ഛനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, ജസ്റ്റിസ് മഹാദേവൻ സാർ ഇവിടെ വന്നിരുന്നു. ജയകൃഷ്ണനും മധുബാലയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. ഇപ്പൊ അവര് വളരെ സന്തോഷത്തിലാണ് മോളെ. എന്നങ്ങനെ ടീച്ചർ വളരെ സന്തോഷത്തോടെ അർച്ചനയോട് പറയാണ്. കേട്ട് അർച്ചനയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. നല്ല കാര്യമാണല്ലോ ഇത്. എന്തായാലും ടീച്ചറുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്ന് പറയുകയാണ് അർച്ചന. അപ്പോഴേക്കും ടീച്ചറുടെ അടുത്തേക്ക് മധുബാല വരുന്നുണ്ട്. മധുബാല, അമ്മ എനിക്കൊന്ന് ഫോൺ തായോ എന്ന് പറയാണ്. അങ്ങനെ മധുബാല അർച്ചനയോട് ഫോണിൽ സംസാരിക്കുകയാണ്. അർച്ചനെ, ഞാൻ മധുബാലയാണ്, അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സന്തോഷമായി മധുബാല, ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആദ്യ പകുതിയിൽ എഴഞ്ഞു നീങ്ങുന്ന കുറെ സിനിമകളുണ്ടല്ലോ, ഇറവെല്ലിന് ശേഷമായിരിക്കും ആ സിനിമകൾ ഗംഭീരമാവുന്നത്. അതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള നിങ്ങളുടെ ജീവിതവും ഗംഭീരമാവട്ടെ. ദ ബെസ്റ്റ് മധുബാല എന്ന് അർച്ചന അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ മധുബാലയും ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് മഞ്ജു ആണെങ്കിൽ മരിക്കാൻ നോക്കി താഴെ വീഴുന്നുണ്ട്. അതോടെ കാലൊടിയാണ്. കാലൊടിഞ്ഞ് നടക്കാൻ വയ്യാതെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് സോഫ സെറ്റിൽ അങ്ങനെ മഞ്ജു ഇരിക്കുകയാണ്. മഞ്ജു അങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് വിശന്നിരിക്കുകയാണെന്ന് എന്താണ് ആരും മനസ്സിലാക്കാത്തത്? ഇപ്പോൾ മുട്ട റോസ്റ്റും കിട്ടിയാൽ ഞാൻ കഴിക്കും. ഇതൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് മഞ്ജു അങ്ങനെ ഉറക്കെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരികയാണ്. അച്ചുവിനോട് മഞ്ജു പറയുന്നുണ്ട്, അച്ചു ആരോടെങ്കിലും അപ്പോൾ മുട്ട റോസ്റ്റും കൊണ്ടുവരാൻ പറയുമെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, അതിനു മുന്നേ എനിക്ക് ഏട്ടത്തിയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടത്തിയുടെ പേരിൽ ഒരു കേസുണ്ട്, ആത്മഹത്യാശ്രമം കുറ്റകരമാണ്, എനിക്കതുകൊണ്ട് കേസെടുത്തേ മതിയാവൂ. എന്തായാലും വനിതാ പോലീസ് വരട്ടെ എന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ മഞ്ജു ആകെ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ചു പോലീസൊന്നും വേണ്ട, കേസെടുക്കരുത്, ഇത് പുറത്തൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു പുത്തൻ മുണ്ടും ഷർട്ടും മേടിച്ചു തരാം, കേസ് കൊടുക്കരുതെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിയമമല്ലേ, അതെനിക്കനുസരിച്ചേ മതിയാവൂ. അത് മാത്രമല്ല, കൈക്കൂലി തരാനാണോ ഏട്ടത്തിയുടെ ഭാവം? കൂലി തന്നാൽ അത് അടുത്ത കേസാവുമെന്ന് അച്ചു അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജുവിനുള്ള കഞ്ഞിയുമായി അനന്തൻ വരികയാണ്. അച്ചുവിന്റെ ഓപ്പോസിറ്റായി അനന്തൻ അങ്ങനെ ഇരിക്കുകയാണ്. അച്ചു അപ്പോ അനന്തനോട് കണ്ണടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഏട്ട മഞ്ജു ഏട്ടത്തിയുടെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കുന്ന കാര്യം പറയായിരുന്നു, അങ്ങനെ ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, നിയമം അങ്ങനെയാണെങ്കിൽ കേസെടുത്തേ മതിയാവൂ, കേസെടുത്തോളൂ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അയ്യോ വേണ്ട എന്ന്. അനന്തനപ്പ പറയുന്നുണ്ട്, നീ എന്തായാലും ഈ കഞ്ഞി കുടിക്കേ, നമുക്കത് ആലോചിക്കാമെന്ന് അങ്ങനെ പറയുമ്പോൾ അഞ്ജു പറയാണ്, ഞാൻ കഞ്ഞി കുടിക്കണമെങ്കിൽ കേസ് പിൻവലിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ കഞ്ഞി കുടിക്കൂ എന്ന് മഞ്ജു അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, ഏട്ടത്തി എന്തായാലും കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞു. അച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അനന്തൻ എന്നിട്ട് മഞ്ജുവിന് കഞ്ഞി വാരി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം രുക്കുവിന്റെ ഫോണിലേക്ക് വിജയശങ്കറും ചന്ദ്രയും കൂടി വിളിക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട്, നിന്നോട് എന്തോ വിജയേട്ടന് സംസാരിക്കാനുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് വിജയശങ്കറിന് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ വിജയശങ്കർ രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു അടുത്ത ദിവസം മുകുന്ദന്റെ കേസ് കോടതി പരിഗണിക്കുകയാണ്, എനിക്കത് അറിയാവുന്നതല്ലേ, ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങരുത്, നമ്മളെ ഏറ്റവും അധികം ദ്രോഹിച്ചവനാണവൻ, രണ്ടുപേരെക്കാളും കൈക്കരുത്തുണ്ടെന്ന അഹങ്കാരമാണ് അവന്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കോടതിയിൽ അർച്ചന പല അടവുകളും പയറ്റും, മുകുന്ദന് ജാമ്യം കിട്ടാൻ ആര് വേണമെങ്കിലും ചാക്കിടും, നീ എന്തായാലും സ്ട്രോങ് ആയി തന്നെ നിൽക്കണം, എന്തായാലും കോടതിയിലുണ്ടാവും, പരാതിയിൽ നീ ഉറച്ചു നിൽക്കുന്നുവെന്ന് മൊഴി കൊടുക്കണം, ഇനി തല ഉയർത്തി നടക്കരുത്, മനസ്സിലായോ നിനക്ക്? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നിനക്ക് എന്നങ്ങനെ വിജയശങ്കർ ചോദിക്കുകയാണ്. രുക്കു അപ്പൊ ചിരിച്ചുകൊണ്ടേ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രുക്കു എന്താണ് പറയുന്നതെന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അവളൊന്നും പറഞ്ഞില്ല, അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല, പറയുന്നത് എന്തായാലും അവൾക്ക് അനുസരിക്കേണ്ടി വരുമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുകയാണ്. അതിനുശേഷം രുക്കു അങ്ങനെ എയർപോർട്ടും വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. അച്ചു എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുന്ദേട്ടൻ എവിടെയാണെന്ന് നിനക്കറിയൂ എന്ന്. രുക്കു അപ്പൊ തന്നെ എയർപോർട്ട് മാറ്റിക്കൊണ്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മുകുന്ദേട്ടൻ ജയിൽ ചാടിയോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഓ അപ്പൊ പിന്നെ മുകുന്ദേട്ടൻ ജയിലിലാണെന്ന കാര്യം നിനക്കറിയാം
അറിയാമല്ലേ? എന്നിട്ടും ഇത്ര നാളായിട്ട് മുകുന്ദേട്ടനെ പറ്റി നീ എന്തെങ്കിലും ചോദിച്ചോ? അച്ചു ചോദിക്കാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, റിമാൻഡിൽ കഴിയുന്ന ഒരാളെ പറ്റി ഞാൻ എന്ത് ചോദിക്കാനാണ്? ഇതിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ലല്ലോ. കാരണമല്ല, നിന്റെ ഏട്ടന്റെ കയ്യിലിരിപ്പ് കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നങ്ങനെ രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, എന്റെ ഏട്ടനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്നൊന്നും ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യില്ല. പക്ഷേ സാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ നീയേ ഈ കേസ് പിൻവലിക്കുമായിരുന്നു. വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് അച്ചു അങ്ങനെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, സാക്ഷി ഉണ്ടെങ്കിൽ നിന്റെ ഏട്ടൻ എന്നെ തല്ലില്ലായിരുന്നു. വന്നതുകൊണ്ടാണോ നിന്റെ വീട്ടിലെ സമാധാനം പോയത്? എനിക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കരുതി വെച്ചിരുന്നതാണ്. ഇനിയിപ്പോ എന്തായാലും തരുന്നില്ല, നാളെ തരണോ എന്ന് ആലോചിക്കാം. രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, കേസിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കും നിന്റെ സമ്മാനം. മനസ്സിലായി എനിക്ക് എന്ന് അച്ചു അങ്ങനെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, നാളെ ജയിലിൽ പോയി മുകുന്ദേട്ടനെ കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. നിന്റെ മുകുന്ദേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് രുക്കു അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഇടി ആ പാവത്തിന് ഇനിയും മനസ്സമാധാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് അച്ചു പറയാണ്. പിറ്റേ ദിവസം അച്ചുവും രുക്കുവും കൂടി മുകുന്ദനെ കാണാനായി ജയിലിലേക്ക് എത്തുന്നുണ്ട്. രുക്കുവിനെ കാണുന്നതും മുകുന്ദൻ പറയുന്നുണ്ട്, എന്റെ ജയിൽവാസം എങ്ങനെയുണ്ടെന്ന് അറിയാനായി വന്നതായിരിക്കും. നല്ല സുഖമാണിവിടെ, വായിക്കാൻ പത്രം, ക്ഷണം ഒന്നും കുഴപ്പമില്ല. റിമാൻഡ് പ്രതിയായതുകൊണ്ടായിരിക്കും, വേറെ ശല്യമൊന്നുമില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഇവിടുന്ന് മാറ്റും, ജയിലിലേക്കായിരിക്കും. ജയിൽ യൂണിഫോം ആയിരിക്കും, പിന്നീട് അങ്ങോട്ടേക്ക് കഷ്ടപ്പാടായിരിക്കും. പീഡന കേസിന് തടവ് ശിക്ഷയും പിഴയുമാണ് ഉണ്ടാവുന്നത്. എനിക്ക് ശിക്ഷ വാങ്ങിച്ചു തരാൻ ഇയാളുടെ വലിയേട്ടൻ ഇപ്പോ എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോ വളരെ സൗമ്യമായി രുക്കു പറയുന്നുണ്ട്, കോടതി നടപടികൾ തുടങ്ങിയാലല്ലേ ശിക്ഷാ നടപടികൾ വരുള്ളൂ. ആവശ്യം വരില്ല. കേസ് പിൻവലിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് ഞാൻ പിന്മാറുന്നതായി കോടതിയിൽ എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് രുക്കു അങ്ങനെ പറയുന്നതും മുകുന്ദനും അച്ചുവും ആകെ ഷോക്കാവുന്നുണ്ട്. നീ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇതെല്ലാം വെറുതെയാണടാ. പൂച്ച എലിയെ പറ്റിക്കുന്നത് പോലെ ഒരു നമ്പറാണിത്. അത് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. പക്ഷേ കോടതിയിൽ പറയും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. അങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ ആകെ സങ്കടത്തോടെ രുക്കു പറയുന്നുണ്ട്, സത്യമായിട്ടുമല്ല, ഞാൻ കേസിൽ നിന്ന് പിന്മാറുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഗിഫ്റ്റ് തരുമെന്ന്, അതാണ് ഈ സമ്മാനമെന്ന് രുക്കു അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ അതാണ് കാരണം? എന്തെങ്കിലും പറഞ്ഞു എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, അതിനുള്ള കാരണം അർച്ചനേച്ചിയാണ്. ചേച്ചി എന്നോട് സംസാരിച്ചു. പിന്നെ രമ്യേച്ചിയോടുള്ള സഹതാപം. ഭർത്താവ് ജയിലിലായാൽ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന മനപ്രയാസം എന്താണെന്ന് എനിക്ക് അച്ചു ജയിലിൽ കിടന്നപ്പോൾ മനസ്സിലായതാണ്. പോരാത്തതിന് രമ്യേച്ചി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. തീരെ അങ്ങ് മനസാക്ഷി ഇല്ലാത്തവളല്ല. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. സിനാം പിൻവലിക്കാമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് രുക്കു പുറത്തേക്ക് പോവുകയാണ്. മുകുന്ദനാണെങ്കിൽ പരസ്പരം അങ്ങനെ എന്താണെന്നറിയാതെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വഴിയിൽ അങ്ങനെ JK ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അതുവഴി കാറിൽ വിജയ് ശങ്കറും പോകുന്നത്. JK കണ്ട് വിജയ് ശങ്കർ അങ്ങനെ കാറ് നിർത്തി JKയോട് പോയി സംസാരിക്കുകയാണ്. ജയശങ്കർ പറയുന്നുണ്ട്, തന്റെ പുതിയ അടവിനെ പറ്റി ഞാൻ അറിഞ്ഞു. ഇന്ന് കഴിയുന്ന ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച മറ്റുള്ള ബന്ധങ്ങളുടെ പേരിൽ ആരും സംശയിക്കില്ലല്ലോ അല്ലേ മനസ്സിലിരിപ്പ് എന്നങ്ങനെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അങ്ങനെ സമൂഹം സംശയിക്കുന്ന രീതിയിൽ എനിക്ക് മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല വിജയ് ശങ്കർ. നിങ്ങളുടെ സംശയം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. എനിക്കിപ്പോ ഞാൻ എഴുതിയ ഒരു നോവലിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. നിഴൽ യുദ്ധം എന്നാണ് ആ നോവലിന്റെ പേര്. സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്ത് ഒരിക്കലും ജയിക്കണ്ട, പക്ഷേ ജയം എപ്പോഴും തനിക്കാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ കഥ. അല്ലെ നായകന് രാമനാഥൻ എന്നാണ് ഞാൻ പേരിട്ടത്. എന്നാണ് ആ നോവൽ എഴുതിയെങ്കിൽ ആ കഥാപാത്രത്തിന് ഞാൻ വിജയ് ശങ്കർ എന്ന് പേരിട്ടേനെ എന്ന് JK അങ്ങനെ പരിഹസിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നീ വല്ലാതെ ഓവർ ആവല്ലേ, പല്ല് ഞാൻ താഴെയിടും. നിങ്ങൾ എന്തായാലും ഇപ്പോ അവസരത്തിനൊത്ത് മാറുകയാണ്. സത്യം പറ, വെയ്ഫുമായിട്ട് ഇപ്പോഴുള്ള ഈ റീയൂണിയന്റെ തന്ത്രം എന്താണ് എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മധുബാല വരുന്നുണ്ട്. മധുബാല പറയുന്നുണ്ട്, ഒരു തന്ത്രവുമില്ല, ഇന്നും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളത് നിങ്ങളാണ് വക്കീലെ. മധുബാല പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ JK വിശ്വസിച്ചിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കണ്ണടച്ച് പാല് കുടിക്കുന്ന സ്വഭാവമാണ് ഇയാളുടേത് എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, പറഞ്ഞു തന്നതിന് നന്ദി, ഞാൻ ശ്രദ്ധിച്ചോളാം.
വക്കീലിനോട് എന്തായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഭർത്താവാണ്. കാണുമ്പോഴൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി ദേഹത്തോട് തട്ടിക്കയറുന്ന ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കണം. ഉള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് കുടുംബം നോക്കി ജീവിക്കണം സാർ. നമ്മളെന്തായാലും അപ്രതീക്ഷിതമായിട്ട് വക്കീൽ സാറിനെ കണ്ടതല്ലേ, നമുക്ക് 3 പേർക്കും സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞ് മധുബാല അങ്ങനെ ഫോൺ എടുത്ത് സെൽഫി എടുക്കാൻ നിൽക്കുന്നതും വിജയ് ശങ്കർ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് രുക്കു പറഞ്ഞതുപോലെ തന്നെ മുകുന്ദനെതിരെയുള്ള കേസ് പിൻവലിക്കുന്നുണ്ട്. അങ്ങനെ മുകുന്ദനും അർച്ചനയും സ്കൂട്ടിയിലും അച്ചും രുക്കുവും കൂടി ബൈക്കിലുമായിട്ട് അമ്പാട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. അച്ഛൻ എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദ നീ ആദ്യം ചെല്ല്, നിന്നെ ഒന്ന് കണ്ട് രമ്യ ഞെട്ടട്ടെ എന്ന് പറയാണ്. അങ്ങനെ മുകുന്ദൻ സിറ്റ് ഔട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രമ്യയും വരുന്നുണ്ട്. മുകുന്ദനെ കാണുന്നതും രമ്യക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം രമ്യ അങ്ങനെ മുകുന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് അച്ചുവും അർച്ചനയും രുക്കുവും വരുന്നുണ്ട്. മുകുന്ദൻ എന്നിട്ട് രമ്യയോട് പറയുന്നുണ്ട്, കോടതി എന്നെ വിട്ടയച്ചു, രുക്കു പരാതി പിൻവലിച്ചു എന്ന് പറയുമ്പോൾ രമ്യ അങ്ങനെ വിശ്വസിക്കാനാവാതെ രുക്കുവിനെ നോക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വെയ്യാത്ത കാലുമായി മഞ്ജു വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരികയാണ്, ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് മഞ്ജു അകത്തേക്ക് തന്നെ പോവുകയാണ്. പിന്നീട് മുകുന്ദനെതിരെയുള്ള കേസ് രുക്കു പിൻവലിച്ചതിന്റെ ദേഷ്യത്തിൽ വിജയ് ശങ്കർ അങ്ങനെ വീട്ടിൽ വന്ന് രുക്കുവിനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ രുക്കു ഫോൺ എടുക്കുന്നില്ല. അവൾ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ലെങ്കിലും ഫോൺ എടുത്തിട്ട് അവൾ എന്ത് പറയാനാ, ലിയേട്ടനെ പറ്റിച്ചു എന്നോ? രുക്കുവിനെ നമ്മൾ വിളിച്ച സമയത്ത് അവൾ നമുക്ക് ഉറപ്പ് തന്നില്ലല്ലോ കേസ് പിൻവലിക്കാമെന്ന്. അപ്പോഴേ അത് ശ്രദ്ധിച്ചു. നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ കരുതിക്കൂട്ടി നമ്മളെ ചതിക്കുകയായിരുന്നു എന്നല്ലേ. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഇന്ന് കോടതിയിൽ എന്തെടുക്കുമായിരുന്നു എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, കേസ് വിളിച്ചു കഴിഞ്ഞാണ് രുക്കു ഇന്ന് കോടതിയിൽ വന്നത്. തിരക്കിട്ട് വരികയായിരുന്നു, തമ്മിൽ സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ല. കോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? രുക്കുവിനോട് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അവൾ എന്നെ ഒന്ന് നോക്കണ്ടേ എന്നെല്ലാം വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെന്തിനാണ് അവളെ വെറുതെ വിളിച്ചോണ്ടിരിക്കുന്നത്, എന്നെ ബോധിപ്പിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്രയെ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, അതിന്റെ കൂട്ടത്തിൽ നീ കൂടി എന്നെ പ്രവോക്ക് ചെയ്യരുത്. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അർച്ചന രുക്കുവിനെയും അവളുടെ വശത്താക്കിയിരിക്കുകയാണ്. അച്ചുവിനെ മീഡിയേറ്റർ ആക്കിയിട്ടാണ് അവളത് സാധിച്ചത് എന്ന് വിജയ് ശങ്കർ പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ആര് മീഡിയേറ്റർ ആയാലും രുക്കു ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു. വലിയേട്ടൻ എന്ന് പറഞ്ഞാൽ തേനൊഴുകും. എന്നിട്ട് അതേ വലിയേട്ടന്റെ നെഞ്ചത്ത് ചവിട്ടി കേൾക്കുന്നവർ എന്താണ് വിചാരിക്കുക? വിജയ് ശങ്കർ കേസിൽ തോറ്റു, അർച്ചന ജയിച്ചു എന്നല്ലേ? ഇതെല്ലാം രുക്കുവിന് അറിയാത്ത കാര്യമൊന്നല്ലല്ലോ. നെഞ്ചത്ത് ചവിട്ടുക എന്നല്ല, അവള് നിങ്ങളുടെ നെഞ്ചത്ത് ആണിയടിക്കുകയായിരുന്നു. പക്ഷത്ത് ഒരാൾ കൂടി ആയെന്ന് വിചാരിച്ചോ എന്നെല്ലാം ചന്ദ്ര അങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോഴേക്കും വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. കോൾ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് വിജയ് ശങ്കർ ഫോണ് ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ്. കോൾ എടുത്തുകൊണ്ട് ചന്ദ്ര ഹലോ ആരാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ശ്രുതി, പുതിയതായി വിജയ് ശങ്കർ സാറിന്റെ ജൂനിയറായി ജോയിൻ ചെയ്ത അഡ്വക്കേറ്റ് ശ്രുതി പിള്ള എന്ന് അങ്ങനെ പറയുകയാണ്. ചന്ദ്ര അപ്പോ ഫോണ് വിജയ് ശങ്കറിന് കൊടുത്തുകൊണ്ട്, ഞാനറിയാതെ നിങ്ങൾ പുതിയ ജൂനിയറെ വെച്ചോ, ഒരു ശ്രുതി പിള്ള ഇതാ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് ശ്രുതിയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മോർണിംഗ് സാർ, ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ANK കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ സാറാണല്ലോ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയാണത്. അവിടെ നിന്നും കോൺഫിഡൻഷ്യലായി അറിയാൻ കഴിഞ്ഞ വിവരമാണ്. ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് സാറിനെ മാറ്റാൻ ആലോചിക്കുന്നതായി എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി എന്ന് ശ്രുതി പറയുമ്പോൾ വിജയ് ശങ്കർ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഏത് സോഴ്സിൽ നിന്നാണ് എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കോൺഫിഡൻഷ്യൽ ആണ്, അതൊന്നും ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ എന്നങ്ങനെ പറയുന്നതും വിജയ് ശങ്കർ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ചന്ദ്ര അപ്പൊ വിജയ് ശങ്കറിനോട് എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ANK കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതായിട്ട് ഒരു ഹൂമർ ഉണ്ട് പോലും എന്നങ്ങനെ വിജയ് ശങ്കർ പറയുന്നതും ചന്ദ്രയും ഇത് കേട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.